ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങളെ ഇപ്പോൾ സെപ്പറേഷൻ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്താണ് മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തി എന്താണ് മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്കിവിടെ 6 ഓഫ് പെന്റക്കിൾസ് ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. 6 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ദെൻ നമുക്ക് 7 ഓഫ് കപ്സ് ആണ് ഉള്ളത്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡ്സ്, ദ ഹാങ്ഡ് മാൻ്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹാങ്ഡ് മാൻ എനർജി, കിങ് ഓഫ് വാൻഡ്സ്, ആൻഡ് വീണ്ടും നമുക്ക് 7 ഓഫ് സോഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത് കാർഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് സോഡ്സ് കിട്ടുന്നുണ്ട്. 3 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ആൻഡ് അഗൈൻ 10 ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഓക്കെ, നമുക്കിനി മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ ഇത് എംപ്രസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത്, നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ, ഡിസ്റ്റൻസിലാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ഓഫ് പെന്റക്കിൾസ് ആണ്. അതുകൊണ്ട് ഈ വ്യക്തി ആദ്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ബന്ധത്തിൽ എവിടെയോ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാനായിക്കോട്ടെ, നീ ആയിക്കോട്ടെ, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടുന്ന ആ ഒരു കെയർ ആയിക്കോട്ടെ, സ്നേഹം ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ആ കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് പറയുകയായിരിക്കാം, ഞാൻ പലപ്പോഴും നിന്നെ സ്നേഹിക്കേണ്ടതും കെയർ ചെയ്യേണ്ട സമയത്തൊക്കെ എനിക്ക് നിന്നെ പരിഗണിക്കാനോ സ്നേഹിക്കാനോ കഴിയാതെ, അല്ലെങ്കിൽ നിന്നെ അവോയ്ഡ് ചെയ്ത് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട സമയത്ത് നിങ്ങളെ മനസ്സിലാക്കിയില്ല, ആ ഒരു കുറവുകളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വ്യക്തമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ നീ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കിയില്ല എന്ന രീതിയിൽ ഉള്ള ചിന്തകളൊക്കെ ആ ഒരു വ്യക്തിക്കുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 7 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു 7 ഓഫ് കപ്സ് കാണിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സ് ഇപ്പോഴും വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് എന്നത് തന്നെയാണ്. അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ തിരികെ നിങ്ങളിലേക്ക് വരണം, നിങ്ങൾ ഇനി തിരികെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കുമോ, ചിലപ്പോൾ അവര് നിങ്ങളെ ഒത്തിരി അതും ഇതൊക്കെ പറഞ്ഞ് വളരെ മോശമാക്കിയിട്ട് പോയ വ്യക്തിയായിരിക്കാം. എനിക്കിനി ഒരിക്കലും നിന്നെ വേണ്ട എന്ന രീതിയിൽ പറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരായിട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് നിങ്ങളെ നിർബന്ധിച്ച് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം അവര് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുണ്ടാവാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ആ ഒരു റിഗ്രറ്റ് അവർക്കുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ തിരികെ അവർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് അവർ പല സാധ്യതകൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അവരുടെ തന്നെ ആ ഒരു ചിന്തകളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂൻ ഓഫ് സോഡ്സിന്റെ ഒരു എനർജി കാണാനായിട്ട് വരുന്നുണ്ട്. ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡ് അവർ പറയുന്നത്, നിങ്ങളെ അവരിപ്പോൾ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. പഴയതുപോലെ എളുപ്പത്തിൽ നിങ്ങളെ സമീപിക്കാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് എന്നൊരു ബോധ്യം അവർക്കുണ്ട്. കാരണം പലപ്പോഴും
ഈ ആ ഒരു പേഴ്സന്റെ കൂടെ നിന്നിരുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ടാകാം. ചില സമയങ്ങളിൽ നിങ്ങൾ തളർന്നു പോകുന്നത് ആ വ്യക്തി നേരിട്ട് കണ്ടിട്ടുമുണ്ടാകാം. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു, ഈ ഞാനില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരിക്കലും മുന്നോട്ടേക്ക് പോകില്ല എന്നൊരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് പോയാലും എന്നെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കും, അല്ലെങ്കിൽ എന്റെ പുറകെ ചേസ് ചെയ്ത് ഇവർ വരും, ഞാനില്ലാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് എടുത്തു വെക്കാൻ ഈ ഒരു വ്യക്തിക്ക് കഴിയില്ല എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിന് ശേഷം നിങ്ങളെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. വളരെ ഹാപ്പി ആയിട്ട് ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അതെനിക്ക് ഓക്കെ, നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നീ പൊക്കോളൂ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, ഞാൻ എന്നിൽ തന്നെ വളരെ ഹാപ്പിയാണ് എന്ന രീതിയിലുള്ള ആക്ഷൻസ് ആയിരിക്കാം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കുന്ന പോലെ സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളൊക്കെ പുറത്ത് കാണുമ്പോഴൊക്കെ നല്ല ഹാപ്പി ആയിരിക്കുന്ന പോലെയാണ് അവർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഓൾറെഡി നിങ്ങൾ അതുപോലെ ആയിരിക്കാം, കുറച്ചൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം, ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം ഇതൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് ആയ ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നത്. ഒരു പരിധിവരെ അത് ശരിയുമായിരിക്കാം, കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ തന്നെ വില തിരിച്ചറിയുമ്പോൾ മറ്റൊരു പേഴ്സൺ വേണ്ട, നമ്മുടെ എന്റെ വണ്ടി തള്ളാൻ ഞാൻ മാത്രം മതി എന്ന് പറയുന്ന പോലെ, മറ്റൊരുത്തൻ്റെയും സഹായം എനിക്ക് വേണ്ട എന്ന് പറയുന്ന പോലെ, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ ഹാപ്പിയാണ്, എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ മാത്രമാണ്, വേറെ ഒരുത്തനെ എൻ്റെ ബൗണ്ടറിക്കകത്തേക്ക് ഞാൻ കയറ്റത്തില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണെന്ന രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ബോധ്യം അവർക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ മറ്റാളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരു സമയത്ത് റിലേഷൻഷിപ്പിലായിരുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബോധ്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതിനാലാണ് ഇവിടെ നമുക്ക് ഹാങ്ഡ് മാൻ വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് പറയുന്നത് അവരിപ്പോഴൊരു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈലന്റ് ആയ ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നിശ്ചലമായ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെയാണ്. അപ്പൊ നിങ്ങളുമായിട്ട് ബന്ധപ്പെടണമെന്ന് അവർക്കുണ്ട്, പക്ഷെ ശരിയായ സമയം വരട്ടെ എന്ന് കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ തിരിച്ചു ചെല്ലും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ വേണ്ട എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ വിളിക്കണ്ട, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നോട് സംസാരിക്കണ്ട, നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്താം എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞു പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ തിരിച്ച് അവരിലേക്ക് ചെല്ലും, അതുകൊണ്ട് ഞാനിവിടെ കാത്തിരിക്കാൻ, ചിലപ്പോൾ ഒരു സമയം വരുമായിരിക്കും എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അല്ലെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ അവർ നിൽക്കുകയാണ്. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും കയറണോ വേണ്ടോ എന്ന് തന്നെ അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും തിരിച്ചെടുക്കണോ, ഇനി നിങ്ങൾ തിരിച്ചു വരുമോ എന്ന് പോലും അവർക്കറിയില്ല. അപ്പൊ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ അവരുടെ ഉള്ളില് മറ്റൊരു വശം കൂടി ഉണ്ട് എന്ന് നമുക്ക് ഈ നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് വാൻസ് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളെ വീണ്ടും സ്വന്തമാക്കണം എന്ന ശക്തമായ ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അവര് ആ ഒരു നിങ്ങളെ സ്വന്തമാക്കണം എന്നൊരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഡിസയർ ഉണ്ട് എന്ന് അവര് പുറത്ത് കാണിക്കാതെ ഇരിക്കുന്നുണ്ടാവും. അവരെ കാണുമ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നുകയില്ല. പക്ഷെ ഉള്ളില് അവരിപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവസാനിച്ചതായിട്ട് അവരിൽ തന്നെ അവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തി എൻ്റെയാണ് എന്ന രീതിയിലാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പേഴ്സൺ എന്നിലേക്ക് തന്നെ തിരികെ വരും എന്ന രീതിയിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ ഈ കിങ് ഓഫ് വാൻസിന്റെ കാർഡ് എന്ന് പറയുന്നത് വളരെ ഒരു സ്നേഹത്തിന്റെ, പ്രതീക്ഷയുടെ, കാത്തിരിപ്പിന്റെ ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും കാത്തിരിപ്പും ഒക്കെ അവർക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമുക്കിവിടെ ഒരു 7 ഓഫ് സോഡ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു പ്രധാന സന്ദേശം നൽകുന്നുണ്ട്. അവര് ഈ ഒരു സമയത്ത് പോലും അവർ ശരിക്കും പറഞ്ഞാൽ എല്ലാം തുറന്നു പറയുന്നില്ല. ശരിക്കും ഈ ഒരു സമയത്ത് അവര് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകളായിക്കോട്ടെ, എന്താണെങ്കിലും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നുപോയ മിസ്റ്റേക്കുകളായിക്കൊള്ളട്ടെ, എന്താണെങ്കിലും അത് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിവിടെ തീരും. പക്ഷെ ഈ ഒരു സമയത്ത് പോലും ഈ ഒരു പേഴ്സൺ എല്ലാം തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം ഫീലിങ്സുകൾ ഇപ്പോൾ ആ വ്യക്തി മറക്കുകയാണ്. ചില തെറ്റുകൾ സമ്മതിക്കാനായിട്ട് അവർക്ക് പേടിയാണ്, കുറെ ഈഗോ കാരണം, അല്ലെങ്കിൽ ഈ ഈഗോയും ഒക്കെ കാരണം ഇതൊക്കെ ഇങ്ങനെ സ്വന്തം തെറ്റുകൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് ഒരു വൾഗറായി പോകുമോ, അല്ലെങ്കിൽ ഞാനൊരു നിശബ്ദനാക്കപ്പെടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു വ്യക്തി അവരുടെ ഫീലിങ്സുകളും കാര്യങ്ങളും ഈഗോയും കാര്യങ്ങളൊക്കെ അവർ ഇപ്പോഴും മറച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികമായിട്ട് ഒരു ഹീലിങ്ങോ അല്ലെങ്കിൽ ഒരു
പ്യൂരിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒന്നും ഈ വ്യക്തി വന്നിട്ടില്ല. ഇപ്പോഴും അവരവരുടെ ഫീലിങ്സുകൾ മറച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പക്ഷെ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എല്ലാ രീതിയിലും വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങൾക്ക് വന്നുപോയ തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ എനിക്ക് ഇന്ന തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, ഇനി അത് ഞാൻ എൻ്റെ ലൈഫിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും എന്ന രീതിയിൽ ചിന്തിക്കുന്ന വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ. പിന്നെ നെക്സ്റ്റ് കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഈ വ്യക്തി തെറ്റുകളും ഈഗോയും ഭയവും ഒക്കെ എല്ലാം കുറേ കാര്യങ്ങൾ ഇവിടെ ഫീലിങ്സുകളെല്ലാം മറച്ചു പിടിക്കുന്ന അതേ സമയം തന്നെ നമുക്കിവിടെ ക്യൂൻ ഓഫ് വാൻസ് പറയുന്നത് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഇപ്പോഴും അവർക്ക് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. നല്ല രീതിയിൽ ഇപ്പോഴും അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ മനസ്സിൽ ഇന്നും നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം, ഒരു ഇമ്പോർട്ടൻ്റ് സ്ഥാനമുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ഇനി മുന്നോട്ടേക്ക് പോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇനി മുന്നോട്ട് പോകുമോ, അതായത് ഇവരെക്കാളും കുറച്ചും കൂടി നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് കിട്ടി അങ്ങനെ മുന്നോട്ടേക്ക് പോകുമോ എന്നൊരു പേടി പോലും, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പരമായിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി മുന്നോട്ടേക്ക് പോകും, ഇവർ ഇനി ഒരു യാതൊരു വിധത്തിലുള്ള മൈൻഡും ചെയ്യില്ലേ, ഇങ്ങനെയൊക്കെ അവര് ഈ ഒരു ചിന്തകളൊക്കെ അവരെ അലട്ടുന്നുണ്ട്. ഇനി ഒരിക്കലും ഞാനുമായിട്ടൊരു കോണ്ടാക്ടോ റിലേഷൻഷിപ്പ് ഒന്നും വരത്തില്ല എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സ്ട്രെങ്ത് കാർഡാണ് പിന്നീട് വന്നിട്ടുള്ളൊരു കാർഡ്. എനിക്കിപ്പോ നിന്നെ വിളിച്ചിട്ട് എല്ലാ കാര്യം പറയണമെന്ന് തോന്നുന്നുണ്ട്, ആ ഒരു രീതിയിലുള്ള ചിന്തകൾ ഇവർക്ക് വരുന്നുണ്ട്. അത് നിങ്ങളോട് തന്നെ പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ട ഒരു ധൈര്യം ഞാൻ ഇപ്പോഴും കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഈ പേഴ്സൺ പറയുന്നത്. അതായത് എൻ്റെ ഫീലിങ്സുകളെ ഞാൻ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോയത് തെറ്റായി പോയി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തെല്ലാം നല്ല ജെന്യുവൻ ആയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് നല്ല സ്നേഹം കൊടുത്ത നല്ല കെയർ കൊടുത്ത് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഈ ഒരു പേഴ്സണും അറിയാം. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ടുള്ളതും ഈ ഒരു പേഴ്സൺ ആണ് എന്ന് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. അങ്ങനെ നിങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളെ തനിച്ചാക്കി ഈ ഒരു പേഴ്സൺ അങ്ങ് പോയി കളഞ്ഞു. അത് ഒരു തെറ്റായ കാര്യമാണ് താൻ ചെയ്തിട്ടുള്ളത് എന്ന് അത് അവർക്ക് അതിനൊരു കുറ്റബോധമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഇനി അവര് സ്നേഹവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അവരവരുടെ ആ ഒരു സ്നേഹവും ഫീലിങ്സുകളും നിങ്ങളോട് തോന്നുന്ന ആ ഫീലിങ്സുകളൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. അത് തന്നെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോൾ നിന്നെ വിളിച്ചെല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ അതിന് വേണ്ട ഒരു ധൈര്യം ഇപ്പോഴും എനിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് മൊത്തം കുളമാക്കിയിട്ടാണ് അവർ പോയേക്കുന്നത്. അപ്പം ചിലപ്പോൾ അവർ വന്നൊന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാ രീതിയിൽ പണ്ടുണ്ടായിരുന്ന അതേ ഒരു ഫീലിങ്സിൽ നിങ്ങളും ചിലപ്പോൾ സംസാരിക്കാം. ചില ആളുകൾ സംസാരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നവർ വരെ ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് അവർക്ക് ഓൾറെഡി ടെൻഷൻ ആയതുകൊണ്ടാണ് അവരവരുടെ നിങ്ങളിലേക്ക് വന്ന് സംസാരിക്കാൻ നിൽക്കാത്തത്. അപ്പൊ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടെന്ന് അവർ പറയുകയാണ്. അതുപോലെ തന്നെ അവർക്ക് ഒത്തിരി സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഫീലിങ്സുകളെല്ലാം അവർ മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നീട് വരുന്നത് നമുക്ക് 10 ഓഫ് സോഴ്സിന്റെ ഒരു കാർഡാണ്. വളരെ ഒരു ഫീലിങ്സുകൾ നിറഞ്ഞ ഒരു കാർഡ് തന്നെയാണ്. ആ ഒരു ഫീലിങ്സുകളുടെ ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്ക് തരുന്നത്. അവർ നിങ്ങളോട് പറയുന്ന ഈ 10 ഓഫ് സോഴ്സ് എന്ന് പറയുന്ന കാർഡ് വഴി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ തമ്മിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം, പ്രശ്നങ്ങളും കാര്യങ്ങളും റിലേഷൻഷിപ്പും ഈ അതിൻ്റെ ഇടയ്ക്ക് വന്ന പ്രശ്നങ്ങളും എല്ലാം എന്നെയും ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയപ്പോൾ പോലും എനിക്കും ഒത്തിരി വേദന വന്നിട്ടുണ്ട്. പുറത്ത് ഞാൻ വളരെ ഒരു സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യം നോക്കി പോയതുപോലെയൊക്കെ ഞാൻ അഭിനയിച്ച് നിന്നെങ്കിലും ഞാൻ ഒത്തിരി സ്ട്രോങ് ആയിട്ട് നിനക്ക് തോന്നിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വളരെയധികം തകർന്ന ഒരവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ഈ ഒരു കാർഡിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇവിടെ ഒരു 3 ഓഫ് പെൻറ്റക്കിൾസിന്റെ കാർഡാണ്. ഈ ഒരു 3 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് അവസരം ലഭിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്ന ഒരു ചിന്ത ഈ വ്യക്തിക്കുണ്ട്. ഇങ്ങനെ വീണ്ടും ഒരു അവസരം ലഭിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ പക്വതയോടെ കൈകാര്യം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 10 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്.
ഈ ഒരു 10 ഓഫ് വൺസ് പറയുന്നത് അവരിപ്പോൾ വലിയൊരു മാനസിക ഭാരം വഹിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് കുറേയേറെ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളോട് പറയാതെ പോയ കുറേ വാക്കുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ പറയണമെന്നുണ്ടായിരുന്നു, അത് പറയാൻ പറ്റിയില്ല. പിന്നെ നിങ്ങളോട് ചെയ്തു പോയ ആ ഒരു കാര്യങ്ങളെ ഓർത്തുള്ള ഒരു കുറ്റബോധം, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പേഴ്സണാണ്. അതുപോലെ നഷ്ടബോധം, നിങ്ങളെ നഷ്ടപ്പെട്ടു പോയെന്നുള്ള ഒരു വിഷമം, ഇതെല്ലാം ചേർന്ന് അവരുടെ മനസ്സ് ശരിക്കും ഒരു ഭാരപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നമുക്ക് വരുന്നത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഏറ്റവും ആഴത്തിലുള്ള ഒരു ഫീലിങ്സുകൾ കാണിക്കുന്ന, വെളിപ്പെടുത്തുന്ന ഒരു കാർഡാണിത്. അവർ ഡയറക്റ്റ് നിങ്ങളോട് പറയുകയാണ്, നീ ഇല്ലാത്ത ജീവിതം ഒരു ശൂന്യത പോലെ എനിക്ക് തോന്നുകയാണ്, ഞാൻ ഒറ്റപ്പെട്ടവനായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടവളായി അനുഭവിക്കുന്ന നിമിഷങ്ങൾ എനിക്കിപ്പോൾ ഉണ്ട്. ഇത് ഞാൻ എല്ലാവരോടും പറയുന്നില്ല, പക്ഷെ എൻ്റെ മനസ്സ് ആ ഒരു വേദനയും വിഷമങ്ങളും ഒക്കെ ഓരോ ദിവസവും അനുഭവിക്കുന്നുണ്ട് എന്ന ഈ ഒരു പേഴ്സൺ ഡയറക്റ്റ് നിങ്ങളോട് പറയുന്ന ഒരു കാർഡാണ് 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് വന്നിരിക്കുന്നത് എംപ്രസ് കാർഡാണ്. ഈ എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു എംപ്രസ് കാർഡ് ഈ ഒരു മുഴുവൻ റീഡിങ്ങിന്റെയും ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണ് ഈ ഒരു എംപ്രസ് കാർഡ് തരുന്നത്. ഈ വ്യക്തി നിങ്ങളെ ഇന്നും ഈ ഒരു സമയത്തും വളരെയധികം വിലമതിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് എംപ്രസ് കാർഡ് പറഞ്ഞിരുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾ സ്നേഹവും കരുതലും സമാധാനവും ഒക്കെ നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് എന്നൊക്കെ നമുക്ക് പറയാം. അവർ പറയുന്നത്, നീ എൻ്റെ ജീവിതത്തിൽ വന്നത് ഒരു സാധാരണ സംഭവമായിരുന്നില്ല. ഇന്ന് നമ്മൾ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിലും നിന്റെ വില എനിക്ക് ഇപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. ഞാൻ ചെയ്ത തെറ്റുകൾ തിരുത്താനായിട്ട് എനിക്കൊരു അവസരം ജീവിതം വീണ്ടും നൽകിയാൽ ഇത്തവണ നിന്നെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കും. ഇതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഈ ഒരു എംപ്രസ് കാർഡിലൂടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡുകൾ പ്രകാരം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ ഫീലിങ്സുകൾ, സ്നേഹം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവർ ആശയക്കുഴപ്പത്തിലാണ്. കുറച്ച് ഈഗോസ് ഉണ്ട്, അതുപോലെ കുറച്ച് പേടിയുണ്ട്, കുറച്ച് കുറ്റബോധമുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ അവരുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളൊരു ശക്തമായ സൂചനയാണ് ഈ ഒരു റീഡിങ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് കോട്ടയം ജില്ല എന്നുള്ളതാണ്. 1995 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ വി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹോണസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഓക്കെ, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാം. 1986 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 4, ടോക്കറ്റീവ്, ഒത്തിരി സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 56, ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. 1988, ഗ്രീൻ കളർ, കണ്ണൂർ ജില്ല, മലപ്പുറം ജില്ല, ഇടുക്കി ജില്ല. ബ്ലൂ കളർ, നമ്പർ 30, 1980 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 3, നമ്പർ 1, 2001 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഗാർഡനിങ്, 1992, ചോക്ലേറ്റ് ലവർ, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 32, ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ, 1987, 2 weeks, you can trust, സെൻസിറ്റീവ്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത്. നമ്പർ 22, ഗവൺമെന്റ് സർവീസ്. നമ്പർ 29, 1978, 2003. Number 44, baker, 1977. Number 33, number 55, കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.